വിശിഷ്ടാതിഥികൾ ഇത് ഫ്ലാഗ് ഹോസ്റ്റിംഗ് സെറമണി പോസ്റ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫ്ലാഗ് ഹോസ്റ്റിംഗിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ ജ്യോതി സാറിനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. St. Raphael's clap. St. Raphael's clap. താങ്ക് യു സർ. നേരത്തെ അറിയിച്ചിരുന്നതുപോലെ തന്നെ LP വിഭാഗത്തിലെ കുട്ടികൾ ശ്രദ്ധിക്കുക. തുടർന്ന് നമ്മുടെ യൂത്ത് ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം മറ്റു കാലം നടക്കുകയാണ്. നമ്മൾ മുകളിലേക്ക് നിശബ്ദമായിട്ട് പോവുകയാണ്. ഹയർ സെക്കൻഡറി ക്ലാസ് ഉണ്ട്. ആയതിനാൽ ഒച്ചയെടുക്കാതെ കുഞ്ഞുകുട്ടികൾ നിശബ്ദമായിട്ട് മുകളിലേക്ക് പോകണം. സെന്റ് റാഫേൽസ് ബാൻഡിൻ്റെ അകമ്പടിയോടുകൂടി വിശിഷ്ടാതിഥികൾ വേദിയിലേക്ക് കയറിയിരിക്കുന്നു. എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിന്ന് ഹർഷാരവത്തോടെ നമ്മുടെ വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാ കുട്ടികളും നിശബ്ദരായി അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കുക. 2025-26 അധ്യയന വർഷത്തിലെ എഴുപുന്ന സെന്റ് റാഫേൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കലോത്സവം വർണ്ണമഴയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഈശ്വര കടാക്ഷത്തോടെ നമ്മുടെ കാര്യപരിപാടികൾ നമുക്ക് ആരംഭിക്കാം. എല്ലാവരും ഈശ്വര പ്രാർത്ഥനയ്ക്കായി നിശബ്ദരായി എഴുന്നേറ്റ് നിൽക്കുക. കരളിൽ കുടിയിരിക്കണമേ, എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചേതിയായി എൻ പിഞ്ചു കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. എല്ലാവരും നിശബ്ദരായി അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കുക. 2025-26 അധ്യയന വർഷത്തിലെ കലോത്സവം ഇവിടെ ആരംഭിക്കുകയാണ്.
നമ്മുടെ വിദ്യാലയത്തിനെ മികവിൽ നിന്ന് മികവിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന നമ്മുടെ ഹെഡ് മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ അൽഫോൺസയെ ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Silence, please. എനിക്കേറെ സ്നേഹവും ബഹുമാനവുമുള്ള ബഹുമാനീയനായ നമ്മുടെ മാനേജർ ജോമോൻ ശങ്കൂരിക്കലച്ചൻ, നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ജോജി സാർ, PTA പ്രസിഡൻറ്റ് മാത്യു കുര്യാക്കോ സാർ, MBTA പ്രസിഡൻറ്റ് ശ്രീമതി മേഴ്സി, എഴുപന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് ശ്രീ അനിൽകുമാർ, സെക്രട്ടറി ബെന്നി ചാക്കോ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ആകെത്തുകയായി നിലകൊള്ളേണ്ടത് അവൻ്റെ വ്യക്തിത്വം തന്നെയാണ്. പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന കുട്ടി ഒരു പക്ഷേ വ്യക്തി ജീവിതത്തിൽ വളരെ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ച നമുക്ക് ഏവർക്കും പരിചിതമാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതി. ഇങ്ങനെ കുട്ടിയുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവയാണ് എല്ലാ വിദ്യാലയങ്ങളും, പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങൾ. നമ്മുടെ വിദ്യാലയത്തിൽ വർണ്ണാഭമായ ഒരു യുവജനോത്സവം നടത്തപ്പെടണമെന്നത് നമ്മുടെ ആഗ്രഹം തന്നെയായിരുന്നു. ഈ വിധത്തിൽ രാവിലെ തന്നെ പ്രകൃതി നമുക്ക് അനുകൂലമായതുകൊണ്ട് രാവിലെ മഴ പെയ്തപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ വിശിഷ്ടാതിഥികളെയൊക്കെ സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കും, ബാൻഡ് സെറ്റുകാരൊക്കെ റെഡി ആയിട്ടുണ്ട്, അപ്പോൾ എങ്ങനെ സ്വീകരിക്കും മഴയാണെങ്കിലും വിചാരിച്ചിരിക്കുമ്പോഴാണ് പ്രകൃതി നമുക്ക് അനുകൂലമായി മഴമേഘങ്ങൾ മാറി നിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, പ്രവേശനോത്സവത്തിന് മഴമേഘങ്ങൾ മാറി നിന്ന് നമുക്ക് അവസരം തന്നു. ഇവിടെ കാണുന്ന എല്ലാ സൗകര്യങ്ങളും കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ്. ഏറ്റവും നന്നായി ഈ യുവജനോത്സവം ഭംഗിയായി നടക്കുവാനാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സൂസൻ ടീച്ചറും രഞ്ജിനി ടീച്ചറും വിമൽ സാറും എപ്പോഴും അതിനുള്ള പരിശ്രമത്തിലുമാണ്. ഈ അവസരത്തിൽ നമ്മുടെ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിരിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ, നമ്മുടെ സ്കൂളിന് വേണ്ടി ഏത് സമയവും ചെലവഴിക്കാൻ തയ്യാറായ നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ റവറൻഡ് ഫാദർ ജോമോൻ ശങ്കൂരിക്കലിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെയിൻറ്റ് അഗസ്റ്റിൻസ് ക്ലാപ്സ് ഗോ. ഏത് സമയത്തും സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും തലപ്പത്ത് നിന്നുകൊണ്ട് നമ്മെ നിയന്ത്രിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ പ്രിൻസിപ്പൽ ജോജി സാറാണ്. ജോജി സാറിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാപ്സ് ഗോ. ഏത് സമയത്തും എപ്പോൾ വിളിച്ചാലും സ്കൂളിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു PTA പ്രസിഡൻ്റാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മാത്യു കുര്യാക്കോ സാർ. ഇന്നലെയായിരുന്നു ജനറൽ ബോഡിയുടെ ഇലക്ഷൻ. സാറ് 2ാം തവണയും നമ്മുടെ തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ തീർച്ചയായും ഈ വർഷം സ്കൂളിന് വളരെ നിർണായകമായ വർഷം കൂടിയാണ്. നമുക്ക് കെട്ടിടം ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ പല മേഖലകളും നമുക്ക് ഏറ്റവും നന്നായി നവതി ആഘോഷിക്കണം. ഈ അവസരത്തിൽ ഈ ഒരു സ്ഥാനത്തേക്ക് നിൽക്കുവാൻ തയ്യാറായ, പ്രവർത്തിക്കുവാൻ തയ്യാറായ മാത്യു സാറിനെ നിങ്ങൾക്ക് ഏവർക്കും പരിചയപ്പെടുത്തുന്നു. പുതിയ PTA പ്രസിഡൻ്റായി അതോടൊപ്പം വേദിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ക്ലാപ്സ് ഗോ. ഒരു നാടിൻ്റെ വെളിച്ചമാകണമെങ്കിൽ അവിടെ
സമ്പത്തും പ്രധാന ഘടകമാണ്. നമ്മുടെ എഴുപുന്ന നാടിൻ്റെ ഏകദേശം നിക്ഷേപങ്ങളെല്ലാം നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ്. അതോടൊപ്പം തന്നെ സമ്പത്തിന് പ്രാധാന്യം നൽകുന്നതോടൊപ്പം തന്നെ നാടിനെ വളർത്തിയെടുക്കുന്നതിന് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി വളരെ പ്രതിജ്ഞാബദ്ധമാണ്. ഈ അവസരത്തിൽ നമ്മുടെ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പ്രസിഡൻറ്റ് ശ്രീ അനിൽകുമാറിനെ, നമ്മുടെ ബ്ലോക്ക് മെമ്പർ കൂടിയാണ്, അദ്ദേഹത്തെ സന്തോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാപ്സ് ഗോ. ഒപ്പം തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ ശ്രദ്ധയോടെ മിഴിയൂന്നിക്കൊണ്ട് ഓരോ സ്ഥാപനത്തിനും എന്താണ് ആവശ്യമെന്ന് കൃത്യമായി കണ്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സ്കൂളിൻ്റെ ശ്രദ്ധ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി ബെന്നി ചാക്കോയെ സന്തോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാപ്സ് ഗോ. അമ്മയില്ലാതൊരു ലോകമുണ്ടോ, അതിലും വലിയൊരു ഭാഗ്യമുണ്ടോ എന്ന് നമ്മളൊക്കെ പാടും. ഏത് ഭാഷ വന്നാലും മാതൃഭാഷയാണ് ഏറ്റവും വലുത്. അമ്മയെപ്പോലെ പ്രധാനപ്പെട്ടതാണെന്ന് പറയും. ഒരു സ്കൂളിന് മറ്റെല്ലാം ഉണ്ടായിരുന്നാലും ശക്തമായി കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്ന ഒരു നല്ല അമ്മ പ്രതിനിധി ഉണ്ടായിരിക്കുക എന്നത് സ്കൂളിൻ്റെ അഭിമാനമാണ്. ഈ അവസരത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ MPTA പ്രതിനിധിയായ, MPTA പ്രസിഡൻ്റായ ശ്രീ മേസി ആബേലിനെ സന്തോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാപ്സ് ഗോ. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് വന്നിരിക്കുന്ന ഇവരെല്ലാവരും നമ്മളെ പത്രം വായിക്കുക, എങ്ങനെ വായനാശീലമുള്ള കുട്ടികളായി വാർത്തെടുക്കാം എന്ന് നമ്മോട് സംസാരിക്കുന്നതിനും അതിനുവേണ്ടി നമ്മെ സഹായിക്കുന്നതിനും മലയാള പത്രത്തിൻ്റെ വായനാ കളരി നമ്മുടെ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുന്നതിനുമാണ് ഇവരെത്തിയിരിക്കുന്നത്. സന്തോഷത്തോടെ കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് എത്തിയിരിക്കുന്ന എല്ലാ പ്രതിനിധികളെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ക്ലാപ്സ് ഗോ. ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കുട്ടികൾക്ക് നിങ്ങളെ പരിചയക്കുറവ് കൊണ്ടാണ്. തീർച്ചയായും ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാകുന്നത് നമ്മുടെ അധ്യാപകരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. സദാ പ്രവർത്തന സജ്ജരായ എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും സന്തോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാപ്സ് ഗോ. ഇന്നത്തെ ഏറ്റവും വലിയ വിഭവങ്ങൾ എന്ന് പറയുന്നത്, ഒരു സദ്യ ഉണ്ടാക്കിയാൽ അതിനകത്തുള്ള വിഭവങ്ങളാണ് നമ്മളെല്ലാവരും ആസ്വദിക്കുക. ഇന്ന് വിഭവങ്ങൾ തയ്യാറാക്കാൻ വന്നിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അധ്യാപകരും കുഞ്ഞുങ്ങൾ ചേർന്ന് ഇന്നും നാളെയും നമ്മുടെ സ്കൂളിൽ ഒരുപാട് വിഭവങ്ങൾ, അതായത് വർണ്ണമഴ എന്നാണ് നമ്മുടെ യുവജനോത്സവത്തിന് നമ്മുടെ വിമൽ സാർ ഇട്ടിരിക്കുന്ന, വിമൽ സാറും സൂസൻ ടീച്ചറും രഞ്ജിനി ടീച്ചറും ഇട്ടിരിക്കുന്ന പേരാണ് വർണ്ണമഴ. ഇവിടെ വർണ്ണമഴ തന്നെ ഉണ്ടാവണം. അതായത് ചിത്രങ്ങൾ കൊണ്ട്, പാട്ട്, സംഗീതം കൊണ്ട്, നൃത്തം കൊണ്ട്, ഒപ്പന കൊണ്ട്, തിരുവാതിര കൊണ്ട്, നാടകം കൊണ്ട്, രചനാ മത്സരങ്ങൾ കൊണ്ട്, വിവിധ രചനാ മത്സരങ്ങൾ കൊണ്ട്, വിവിധ ഭാഷകൾ കൊണ്ട് വർണ്ണമഴ തന്നെ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി തയ്യാറായിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടെ, ഒരുപാട് ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നല്ല സെൻറ്റ് അഗസ്റ്റിൻസ് ക്ലാപ്പ് കൊടുത്തേ. ക്ലാപ്സ് ഗോ. ഒരിക്കൽ കൂടി എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ HM സിസ്റ്ററിനെയും ഏറെ സ്നേഹത്തോടെ ഈ ആഘോഷവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് റാഫേൽസ് ക്ലബ്. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. നമ്മുടെ സ്കൂളിന് എപ്പോഴും, നമ്മുടെ സ്കൂളിൽ എല്ലാ ആവശ്യങ്ങൾക്കും ഓടിയെത്തുന്ന
നമ്മുടെ ശ്രീ മാത്യു സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാനിയ അധ്യാപകരെ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് വലിയ പ്രസംഗം പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? ഇന്നെന്താ പ്രത്യേകത? ഇന്ന് നാളെ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ള ദിവസമാണ് അല്ലേ? എങ്ങനെ അടിച്ചു പൊളിക്കണ്ടേ? ഇവിടെ ബഹളം വയ്ക്കുകയും കൂവുകയൊക്കെ ചെയ്യുന്നതാണ് അടിച്ചു പൊളിക്കുന്നത്? അല്ല അല്ലേ? നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുവാൻ കിട്ടുന്ന അവസരമാണ് സ്കൂളിലെ കലോത്സവം. ഇതിനേക്കാൾ ഇവിടെ നമുക്ക് എല്ലാത്തരം പരിപാടികളും നമുക്ക് അവതരിപ്പിക്കാം. ഇവിടെ നമ്മൾ നാണക്കേട് വേർത്ത് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന അവസ്ഥകളുണ്ട്. എല്ലാവരും എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കണം. സമ്മാനം കിട്ടുമോ? എല്ലാവർക്കും സമ്മാനം കിട്ടുമോ? ഇല്ല. സമ്മാനമല്ല പ്രധാനം, മറിച്ച് പങ്കെടുക്കുക എന്നതാണ് പ്രധാനം അല്ലേ? അങ്ങനെ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള വേദികളിലേക്ക് കയറി ഒരു പ്രസംഗം പറയുവാനോ ഒരു പാട്ട് പാടുവാനോ ഒരു മോണോ ആക്ട് കാണിക്കുവാനോ മിമിക്രിയെ കാണിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു പ്രയാസം മാറിക്കിട്ടും. അത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ട് നാളെ നമ്മൾ സമൂഹത്ത് വലുതാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്ത് ശീലിച്ച് നമ്മൾ നാളെ സമൂഹത്തിൻ്റെ വലിയ വക്താക്കളായി മാറാനുള്ള വാക്ചാതുര്യവും അതിനുള്ള തൻ്റെടവും അതിനുള്ള ധൈര്യവുമെല്ലാം നമുക്ക് ആർജിക്കാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം കലോത്സവങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും ഭംഗിയായി വിനിയോഗിക്കണം. ബഹുമാനപ്പെട്ട സിസ്റ്റർ നേതൃത്വത്തിലെ ബഹുമാനപ്പെട്ട അധ്യാപകരും ചേർന്ന് വളരെ ഗംഭീരമായ ഒരു കലോത്സവ പരിപാടിയാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എല്ലാത്തരം പരിപാടികളും നിങ്ങൾ പങ്കെടുക്കുക, എല്ലാ പരിപാടികളും ആസ്വദിക്കുക, പരിപാടികൾ അവതരിപ്പിക്കുന്നവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുവാനുള്ള തുറന്ന മനസ്സ് കാണിക്കുക. അങ്ങനെ വാക്കും വർണ്ണവും വരയും എല്ലാം ചേർന്ന്, എന്താ പേരെന്താണ്? വർണ്ണമഴ അല്ലേ? വാക്കുകളും വരകളും വർണ്ണങ്ങളും എല്ലാം ചേർന്നുള്ള വർണ്ണമഴ ഈ 2 ദിവസം സെൻട്രൽ അഫയേഴ്സ് സ്കൂളിൽ പെയ്തിറങ്ങട്ടെ. വലിയ ഗംഭീരമായ ഒരു കലോത്സവമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ കലോത്സവത്തിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സെൻട്രൽ അഫയേഴ്സ് ക്ലബ്. താങ്ക് യു സർ. നമ്മുടെ വിദ്യാലയത്തിൻ്റെ അഭിവൃദ്ധിക്കായി കൈയും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മാനേജർ അച്ഛൻ റവറൻഡ് ഫാദർ ജോമോ ശങ്കുരിക്കലിനെ ഹൃദയപൂർവ്വം ഉദ്ഘാടന കർമ്മത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിൽക്കുക, നിശബ്ദരായി.
കുട്ടികൾ ശ്രദ്ധിക്കുക, നിശബ്ദമായിട്ട് എവിടെയാണോ ഇരുന്നത് അവിടെ ഇരിക്കുക. നമ്മുടെ ബഹുമാനപ്പെട്ട മാർഗദർശൻ സംസാരിക്കുകയാണ്, ആരും സംസാരിക്കാൻ പാടില്ല. ഓൾ സ്റ്റുഡൻസ്. ആദരണീയനായ പ്രിൻസിപ്പൽ ജോജി സാർ, ഹെഡ് മിസ്സസ് സിസ്റ്റർ അൽഫോൻസ, PTA പ്രസിഡന്റ് ശ്രീ മാത്യു കുര്യാക്കോസ്, നമ്മുടെ ബ്ലോക്ക് മെമ്പർ, നമ്മുടെ വാർഡിൻ്റെ ബ്ലോക്ക് മെമ്പർ ശ്രീ അനിൽ, ബാങ്ക് നിന്ന് വന്നിരിക്കുന്ന പ്രതിനിധികളെ, ടീച്ചേഴ്സ്, MPTA പ്രസിഡന്റ് ശ്രീമതി മേഴ്സി, സ്നേഹം നിറഞ്ഞ ടീച്ചേഴ്സ്, പ്രിയ കുഞ്ഞുങ്ങളെ, 2 ദിവസങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾക്കും കാതുകൾക്കും ഇമ്പകരമായ കലാ മത്സരങ്ങൾ കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കാനുള്ള ദിവസങ്ങളാണ്. നമ്മുടെ കാഴ്ചയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ജോർജ് അക്കര എന്ന് പറഞ്ഞ ഒരു സ്പിരിച്വൽ ഫാദർ ഞങ്ങൾക്കുണ്ടായിരുന്നു. നല്ല പ്രായമുള്ള അച്ഛനാണ്. അച്ഛൻ ഞങ്ങൾക്ക് ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് ഒരു ബെഡായി പൊട്ടിച്ചു. ഒരു ബെഡായി പൊട്ടിച്ചത് എത്രയാണ്? അന്ന് അച്ഛന് ഏകദേശം 70 വയസ്സെടുത്ത പ്രായമുണ്ട്. അച്ഛൻ വന്നിട്ട് പറയുവാണ്, അച്ഛൻ്റെ വീട്ടിൽ 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ക്യാമറ ഉണ്ടായി. 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ക്യാമറ. സാധാരണ വീഡിയോ ക്യാമറയൊക്കെ വന്നിട്ട് എത്ര നാളായി? ഞങ്ങളോടിത് പറയുന്നതെന്നാണെന്നറിയാം. ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോൾ 10-20 വർഷം മുമ്പ്, 24 വർഷം മുമ്പാണ്, 23 വർഷം മുമ്പാണ് ഞങ്ങളോടിത് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് വീഡിയോ ക്യാമറയൊക്കെ വിദേശങ്ങളിലൊക്കെ ഉണ്ട്. ക്യാമറ തന്നെ നമ്മുടെ നാട്ടിലേക്ക് സുലഭമായിട്ട് 90-കളിലും 80-കളിലൊക്കെയാണ് ആയി തുടങ്ങിയത്. അപ്പോഴാണ് അച്ഛനെ ബെഡായി അടിക്കുന്നത്. ക്യാമറയുണ്ട് 70 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ്. ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പാക്കറ്റ് തുറന്നിട്ട് ഒരു പൊതി, ആ പൊതി തുറന്നിട്ട് അതിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് വായിച്ചു. യുവർ ഐസ് ആർ ദ ബെസ്റ്റ് ക്യാമറാസ് എന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ കണ്ണുകളാണ് ഏറ്റവും ബെസ്റ്റ് ക്യാമറ. എല്ലായിടത്തും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയ, എല്ലാം ഒപ്പിയെടുക്കുന്ന, എല്ലാ വർണ്ണങ്ങളും എല്ലാം ഒപ്പിയെടുക്കുന്ന ക്യാമറ. ഈ ഒപ്പിയെടുത്താൽ മാത്രമാണോ? കാണുന്ന കാഴ്ചകളെ ഈ ക്യാമറ ഒപ്പിയെടുത്തിട്ട് തലച്ചോറിലേക്ക് അയക്കും. തലച്ചോറിൽ അതിനെ വിവേചിച്ചറിയും. അതിൻ്റെ ഭാവഭേദങ്ങൾ തലച്ചോറിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ മുഖത്തൊക്കെ പ്രകടമാകും. ഇപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഒരു നല്ല കല ആസ്വാദനം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം, മനസ്സ്, ശരീരം ഇതൊക്കെ ഈ കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, നമ്മുടെ ഗ്രഹണ ഇതിലൂടെ ഒക്കെ റെക്കോർഡഡ് ആവുകയാണ്. ഇപ്പോൾ ഏറ്റവും നല്ല വീഡിയോ ക്യാമറകളാണ് നമ്മുടെ കണ്ണുകൾ. ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റം ക്യാച്ച് ചെയ്യുന്നതാണ് നമ്മുടെ ചെവികൾ. ഈ ചെവികളിലൂടെയും കണ്ണുകളിലൂടെയും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വരുന്ന കാര്യങ്ങളെ അപഗ്രഥിക്കാനും, അപഗ്രഥിച്ച കാര്യങ്ങളെ വിലയിരുത്തുവാനും, വിലയിരുത്തുന്ന കാര്യങ്ങളെ ആസ്വാദനങ്ങളാക്കി മാറ്റണോ, വിവരശേഖരണമാക്കി മാറ്റണോ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സാധിക്കും. ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യണത്? ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ഇൻഫർമേഷൻ നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗമാക്കി മാറ്റി അത് നമ്മൾ പിന്നീട് ഉപയോഗിക്കുകയാണ്. എന്നാൽ കല അതേ സമയം തന്നെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് നമ്മൾ നവീകരിക്കുന്നതാണ്. കലകൾ, സാധാരണ കലകളെക്കുറിച്ച് പറയുക, അത് പഠിപ്പിക്കും. പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. അത് നമ്മളെ രസിപ്പിക്കും. നമ്മുടെ എല്ലാ ചിന്തകൾ നമ്മുടെ ആസ്വാദന ശേഷിക്ക് വർദ്ധിപ്പിക്കും. നമ്മുടെ ഭാവന വർദ്ധിപ്പിക്കും. നമ്മുടെ ചിന്തകളിൽ നിന്നും അത് ഭാവനയായിട്ട് മാറും. സങ്കല്പിക്കാനും അതനുസരിച്ച് കാണാനും കേൾക്കാനും അത് അനുസരിച്ച് വിഭാവനം ചെയ്യാനുമൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ കലാ ആസ്വാദനം എന്ന് പറയുന്നത് നമുക്ക് ഒരേ സമയം ഉന്മേഷം പ്രദാനം ചെയ്യുന്നതും അറിവ് പ്രദാനം ചെയ്യുന്നതുമാണ്. ഒരേ സമയം
അറിവ് പ്രദാനം ചെയ്യുന്നു, ഉന്മേഷം പ്രദാനം ചെയ്യുന്നു. ഈ കലകൾ അഭ്യസിക്കുമ്പോഴോ നമ്മുടെ ശരീരത്തെ നമ്മൾ പരിശീലിപ്പിക്കുകയാണ്, നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിക്കുകയാണ്. ഒരു ചിട്ട, ഒരു ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ കല അഭ്യസിക്കാനും കല അവതരിപ്പിക്കാനും ആ കലയിലൂടെ മറ്റുള്ളവരെ ആസ്വദിപ്പിക്കാനും രസിപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടികൾക്ക്, ഇന്നത്തെയും നാളത്തെയും ഈ യുവജനോത്സവം അല്ലേ, പണ്ടൊക്കെ യുവജനോത്സവം എന്നാണ്, ബാലകല യുവജനോത്സവം. അതെ, ബാലന്മാരുണ്ട്, ബാലകല യുവജനോത്സവം. ഓക്കെ, എല്ലാ യുവജനങ്ങളായിട്ട് മാറാൻ പോകുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ദിവസങ്ങൾ നല്ല ആസ്വാദനപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ യൂത്ത് ഫെസ്റ്റിവലിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. NCC Club, St. Raphael's Club. Thank you, Father. നമ്മുടെ വിദ്യാലയത്തിൽ കലോത്സവം നടക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ വിദ്യാലയത്തിലേക്കായി വായനക്കളരി മലയാള മനോരമ ദിനപത്രം നൽകിപ്പോരുന്ന എഴുപുന്ന സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ സാറിനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്ന് ഈ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ശങ്കുരക്കിലച്ചൻ, HM, പ്രിൻസിപ്പൽ, പ്രിയമുള്ള അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഇന്ന് യഥാർത്ഥത്തിൽ മനോരമയുടെ ഈ ഒരു പ്രോഗ്രാം ജൂൺ മാസം നടക്കേണ്ടതാണ്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ സ്കൂളിലെ ജീവനക്കാരൻ കൂടിയായിരുന്ന മനോരമയുടെ ന്യൂസ് ഏജൻറ്റ് കൂടിയായിരുന്ന കുട്ടപ്പൻ ചേട്ടൻ്റെ നിര്യാണത്തെ തുടർന്ന് ആ മനോരമയ്ക്കൊരു ചാർജ്മാൻ ഇല്ലായിരുന്നു. 2 ദിവസം മുമ്പാണ് മനോരമ ദിനപത്രത്തിന് പുതിയൊരു റിപ്പോർട്ടർ ചാർജ് എടുത്തത്. അതുകൊണ്ടാണ് ആ ടൈം വൈകിയത്. നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് മനോരമ ദിനപത്രം ഇവിടെ നമ്മൾ സ്കൂളിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂളിന് മാത്രമല്ല, മറ്റ് സ്കൂളുകൾക്കും നമ്മൾ ബാങ്കിൻ്റെ കീഴിൽ കുട്ടികൾക്ക് വായന ശീലം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഈ പദ്ധതി നടപ്പിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷാജി സാറ് ഇപ്പോൾ നമ്മുടെ ബാങ്ക് 100 വർഷത്തിലേക്ക് ശതാബ്ദി ആഘോഷ പരിപാടികൾ അടുത്ത മാസം തുടക്കം കുറിക്കുകയാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ്. അപ്പോൾ സാറ് ഒരു ഇത് പറഞ്ഞായിരുന്നു, സ്പോർട്സിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞ റിക്വസ്റ്റ് സാറ് തന്നിരുന്നു. അത് അനുഭാവപൂർവ്വം തന്നെ ഞങ്ങൾ ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് പരിഗണിക്കുന്നതാണ്. സിസ്റ്ററിനോട് ഞാനത് പറയുകയും ചെയ്തു. കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല, കാരണം ഞങ്ങളൊക്കെ പഠിച്ചു വന്ന ഒരു വിദ്യാലയമാണിത്. വടക്കാത്ത് സ്കൂളിലും സെൻറ്റ് റാഫേൽ സ്കൂളിലൊക്കെയാണ് വിദ്യാഭ്യാസം നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ സംബന്ധിച്ച് സിസ്റ്റർമാരോടും ഒക്കെ അതിയായ ബഹുമാനവും ഒക്കെ ഉള്ള വ്യക്തികളാണ്. ഇന്നത്തെ ഈ യുവജനോത്സവത്തിന് എഴുപുന്ന സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റ് എന്ന പേരിലും ഈ ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന പേരിലും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നമ്മുടെ യുവജനോത്സവത്തിൻ്റെ കാര്യപരിപാടി ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. കാര്യപരിപാടി നന്ദി അർപ്പിക്കുന്നതിനായി ശ്രീമതി സൂസൻ ടീച്ചറിനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, എൻ്റെ പ്രിയ മക്കളെ,
നിങ്ങൾ ഒത്തിരി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ യുവജനോത്സവം ബാലകല, അതായത് നിങ്ങളുടെ വർണ്ണമഴയ്ക്ക് തടസ്സമായിട്ട് ഒത്തിരി സമയമായി. ഞാനതിന് തടസ്സപ്പെടുന്നില്ല. എല്ലാവർക്കും എല്ലാ കലാപരിപാടികളുടെയും ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും അവനവനാൽ കഴിയുന്ന കഴിവിൻ്റെ മികവ് തെളിയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹപ്രവർത്തകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കുട്ടികളെ, അറിവ് നേടിയതുകൊണ്ട് മാത്രം ജീവിതം ധന്യമാകുന്നില്ല. വിദ്യാസമ്പന്നനായ മനുഷ്യൻ സംസ്കാര സമ്പന്നനും ആയിരിക്കണം. അതിന് കലകൾ നമ്മെ ഏറെ സഹായിക്കുന്നു. കുട്ടികളായ നിങ്ങളുടെ കലാകഴിവുകൾ മാറ്റുരയ്ക്കാനും വികസിപ്പിക്കാനും സ്കൂൾ യുവജനോത്സവ വേദി വളരെയേറെ സഹായിക്കുന്നു. അങ്ങനെ ഒരു വേദി ഇന്ന് നമുക്ക് തുറന്നു കിട്ടിയിരിക്കുന്നു. അതായത് സെൻറ്റ് റാഫേൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 2025-26 അധ്യയന വർഷത്തെ LP UP HS വിഭാഗം യുവജനോത്സവം വർണ്ണമഴ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഈ യോഗത്തിൻ്റെ അവസാന പരിപാടിയായ കൃതജ്ഞതയിലേക്ക് ഞാൻ കടക്കട്ടെ. എൻ്റെ 19 വർഷത്തെ സർവീസിനിടയിൽ ഇത്ര ആത്മാർത്ഥമായി സ്കൂളിൻ്റെ നന്മയ്ക്കായി ഇടപെടലുകൾ നടത്തുന്ന ഒരു മാനേജറെ ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെയും ഇന്നും അച്ഛൻ നമ്മളോടൊപ്പമുണ്ട്, എന്നും ഉണ്ട്. അച്ഛൻ്റെ വിലയേറിയ സമയം നമുക്ക് നൽകി ഇന്ന് സ്കൂളിൻ്റെ കലോത്സവം വർണ്ണമഴ ഉദ്ഘാടനം നിർവഹിച്ച് യോഗത്തെ ധന്യമാക്കിയ റവറൻഡ് ഫാദർ ജോമോൻ ശങ്കുരിക്കലിന് ഏറെ ആത്മാർത്ഥതയോടെ, ഏറെ സ്നേഹത്തോടെ ഏവരുടെയും, പ്രത്യേകിച്ച് കലോത്സവ കമ്മിറ്റിയുടെയും പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച സ്കൂളിൻ്റെ ഏത് കാര്യത്തിനും സജീവ സാന്നിധ്യമായിരിക്കുന്ന ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ മാത്യു കുര്യാക്കോസിന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. സ്കൂൾ യുവജനോത്സവത്തിന് മുന്നോടിയായി നടന്ന പതാക ഉയർത്തൽ ചടങ്ങ് നിർവഹിച്ച ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജോജി തോമസ് സർ, മേലൂർ സ്കൂളിലും സർ പ്രിൻസിപ്പളായിരിക്കുന്നപ്പോൾ ഞാൻ ഹൈസ്കൂളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. സൈലൻ്റ് ആൻഡ് പവർഫുൾ, ഇത് മാത്രമാണ് സാറിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സാറിനും ഈ യോഗത്തിൽ സംബന്ധിച്ചതിന് ഏറെ ആത്മാർത്ഥതയോടെ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ഞങ്ങളുടെ സ്വന്തം ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആൻസമ്മ തോമസ്, സെൻറ്റ് റാഫേൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നെടും തൂണായ, കുട്ടികളേറെ സ്നേഹിക്കുന്ന, സ്കൂളിൻ്റെ ഉന്നമനത്തിനായി അക്ഷീണം പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആൻസമ്മ തോമസ്, എന്ത് പരിപാടികളും ഭംഗിയാകുവാൻ അധ്യാപകർക്ക് പ്രചോദനമായി എപ്പോഴും കൂടെയുള്ള പ്രിയ HMന് ഏറെ ആദരവോടെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. വായനാക്കളയുടെ ഭാഗമായി മനോരമ ദിനപത്രം നമുക്ക് സ്പോൺസർ ചെയ്ത, ആശംസകൾ അറിയിച്ച എഴുപന സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ, സെക്രട്ടറി ശ്രീ ബെന്നി ചാക്കോ, മറ്റ് ബോർഡ് അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മദർ PTA പ്രസിഡന്റ് ശ്രീമതി മേഴ്സി ആബേൽ നമ്മൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയുണ്ടായി, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. ശ്രീമതി മേഴ്സി ആബേലിനെയും ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. അവസാനമായി ഈ സ്കൂളിൻ്റെ സ്റ്റാഫ് സെക്രട്ടറി ഷാജി സാർ, ഈ വർഷം റിട്ടയർ ചെയ്യുന്ന നമ്മുടെ പ്രിയ ലിഷ ടീച്ചർ, ആനി ടീച്ചർ, എൻ്റെ പ്രിയ സഹപ്രവർത്തകർ, കൺവീനർ വിമൽ സാർ, രഞ്ജിനി ടീച്ചർ, ട്രെയിനിങ് ടീച്ചേഴ്സ് ഏവരും കലോത്സവത്തിന് നടത്തിപ്പിനായി അക്ഷീണം പ്രയത്നിച്ചു വരുന്നു. ഏവരെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രിയ മാതാപിതാക്കൾ, ഇന്നത്തെ താരങ്ങളായ നിങ്ങൾ ഓരോരുത്തർ ഏവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കാര്യപരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്.